ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിക്ക രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഒരു സ്വീകരണം അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ CPM-കാരൊക്കെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്, മോദി ഈ ഒരു സമയത്ത് ഇസ്രായേലിൽ പോയത് ശരിയായില്ല എന്നൊക്കെ പറയും. പക്ഷെ മോദിയുടെ ഒരു യാത്ര, അവിടുത്തെ ഒരു സ്വീകരണം, ഇതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഇന്ത്യക്കാരായതിൽ അഭിമാനിക്കണം നമ്മൾ. കാരണം ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിക്ക് കിട്ടാത്ത അത്ര സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെ കാണുന്നത് സാർ? പ്രവാസിയായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധു, പ്രിയ ബന്ധു നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? കുടുംബാംഗങ്ങൾ ആ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത്. അവിടെ ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ, അതുപോലെ തന്നെ അവിടുത്തെ സ്പീക്കർ ഓഫ് ദി നെസറ്റ് എന്ന് പറയുന്ന അവിടുത്തെ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ, ഇവരെല്ലാം കൂടെ ചേർന്ന് നോക്കൂ, നമ്മൾ അദ്ദേഹം നടന്നു വരുന്നത് ഒരു അകലം പാലിച്ചുകൊണ്ടല്ല, ഔപചാരികതയില്ല. ഒരു കുടുംബാംഗത്തെങ്കിലും സ്വീകരിക്കുന്നവരെല്ലാവരും കൂടെ സ്വീകരിച്ച് കൊണ്ടുപോകുമ്പോൾ ആ കാഴ്ച കാണുന്ന ഇന്ത്യക്കാരന് ഒരു കോരിത്തരിപ്പാണ് ഉണ്ടാവുക. രാഹുൽ ഗാന്ധിയെ ഒഴികെ ബാക്കി ആർക്കായാലും ഇന്ത്യ കോരിത്തരിക്കുന്ന നിമിഷമാണ്. അവിടെ പ്രസംഗത്തിൽ നല്ല സുന്ദരമായിട്ടുള്ള ഇംഗ്ലീഷിൽ അദ്ദേഹം പ്രസംഗം നടത്തി. ആര്? നരേന്ദ്രമോദി. നമ്മുടെ അനുഭവം ഒരു പേപ്പർ പോലും എടുത്ത് നോക്കാതെ, ഒരു തപ്പോ തടവോ ഇല്ലാതെ, നല്ലൊരു ആങ്കറെ പോലെ ഒരു ഫംബ്ലിങ്ങും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞു. ഓഫ് കോഴ്സ് അത് കിങ്സ് ഇംഗ്ലീഷ് അല്ല, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അല്ല, ഒന്നുമല്ല. പക്ഷെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. സ്റ്റാൻഡിങ് ഒവേഷനിലാണ് അവർ സ്വീകരിച്ചത്. നിർത്താത്ത കരഘോഷത്തോടുകൂടി അവർ സ്വീകരിച്ചു. എത്ര തവണയാണ് കയ്യടി ഉയർന്നതെന്നറിയാമോ? എത്ര തവണയാണ്? വളരെ വ്യക്തമായ ഭാഷയിൽ ആ പ്രസംഗിച്ച കൂട്ടത്തിൽ കേരളത്തിലെ ജൂയിഷ് സിനഗോഗ്, ഈ കൊച്ചിയിലെ തന്നെ ജൂയിഷ് സിനഗോഗ് ഉണ്ടല്ലോ, മട്ടാഞ്ചേരിയിലെ ആ ജൂത പള്ളി, ജൂത ദേവാലയം, അതിൻ്റെ കാര്യം കൂടി പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, സാംസ്കാരികമായിട്ട് നമ്മൾ എങ്ങനെ ഐക്യം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ഇബ്രാഹിമിക് മതമായിട്ടുള്ള ജൂതമതവും യഹൂദായിസവും അതുപോലെ തന്നെ ഇന്ത്യയുടെ സനാതനധർമ്മമായ ഹിന്ദുത്വവും തമ്മിൽ എന്തെല്ലാം തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യയോട് അദ്ദേഹം ഊന്നി പറഞ്ഞു. ദീപാവലിക്ക് സമാനമായിട്ടുള്ള ഒരു ഉത്സവം ഏതാണ്ട് അതേ സമയത്ത് തന്നെ ജൂതന്മാരും ആഘോഷിക്കാറുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ വസുധൈവ കുടുംബകം എന്നുള്ള നമ്മുടെ ആ മന്ത്രത്തിന് തുല്യമായൊരു മന്ത്രം അവരുടെ ഗ്രന്ഥത്തിലും ഉണ്ടെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു? സാധാരണഗതിയിൽ ഒരു സാധാരണ ആൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്ന, ലോക വിജ്ഞാനം നല്ലപോലെയുള്ള ഒരു പ്രധാനമന്ത്രിക്ക് പറയാനുള്ളൂ. ചായക്കടക്കാരൻ്റെ മകനാണെന്ന് പറയുന്ന ഒരാൾ ഇസ്രയേലിൻ്റെ അതിവിദുഷികളായിട്ടുള്ള നെസറ്റിൽ അവിടെ പോയി ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ജൂതവർഗം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ഒരു വർഗം, ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് അവരെ ആർക്കും കണ്ടുകൂടാത്ത, എല്ലാവരും പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, മർദ്ദിച്ചുകൊണ്ടിരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം, ജർമ്മനി പ്രത്യേകിച്ചും അവർ ജൂതന്മാർ പീഡിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ ഓഷ്വിറ്റ്സ്, അങ്ങനെയുള്ള എത്രയോ കഥകൾ അവിടെ നമുക്ക് മുമ്പിലുണ്ട്. അവിടെ കടന്ന് അവർ അനുഭവിച്ച ദുരിതങ്ങൾ വേറൊരു ജനതയും അനുഭവിച്ചിട്ടില്ല, ഒരൊറ്റ ജനതയും അനുഭവിച്ചിട്ടില്ല. അതുപോലെ പീഡനം ഏറ്റുവാങ്ങിയ ഒരു ജനതയാണ്. അവരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഷിക്കാഗോയിലെ മത പാർലമെൻറ്റിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ജൂതന്മാർ ഇന്ത്യൻ സംസ്കാരത്തോട് അലിഞ്ഞു ചേർന്നുകൊണ്ട് ഒരു ഭീകരനെ പോലും ഇന്ത്യക്കെതിരായിട്ട് വിടാതെ അവർ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് അലിഞ്ഞു ചേർന്ന് ഇവിടെ ജീവിച്ചു, ഈ മണ്ണിൽ ജീവിച്ചു, സഹോദരന്മാരെ പോലെ. ഇത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞത്. ഇദ്ദേഹം എൻ്റെ ഒരു കൂട്ടുകാരനല്ല, മോർ ദാൻ എ ഫ്രണ്ട്, ഹീ ഈസ് മൈ ബ്രദർ. ഇതാണ് പറഞ്ഞത്. നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന അറബ് രാജ്യങ്ങളെ ആകമാനം പിടിച്ചുലച്ച ബുദ്ധി കേന്ദ്രമായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ് പറയുന്നത് ഇദ്ദേഹം എൻ്റെ സഹോദരനാണെന്ന്. ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണെങ്കിലും ആ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വരുന്നതിൻ്റെ കാര്യം അവരുടെ ഇൻ്റലിജൻസ് ഔട്ട്പുട്ട് ഒന്നു മാത്രമാണ്. അവരെ ഭീകരരാരും ആക്രമിക്കാതെ സാധാരണഗതിയിൽ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവരുടെ ബുദ്ധി കൊണ്ട് മാത്രമാണ്. ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്ന രാജ്യം. അവർ ബുദ്ധി കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം നദികളുള്ള ഗംഗയും യമുനയും അതുപോലെ പല നദികളും കാവേരിയും ഒക്കെ ഒഴുകുന്ന ഈ ഇന്ത്യയിൽ ഉണ്ടാകാത്തതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദനക്ഷമത അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. ആ ടെക്നോളജി ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുകയാണ്. ഗുജറാത്തിൽ ഞങ്ങളത് അഡോപ്റ്റ് ചെയ്തു. അതുപോലെ ഇന്ത്യ മുഴുവനത് ഇപ്പോൾ ഏതാണ്ട് 44 കേന്ദ്രങ്ങളിൽ നമ്മൾ ഇസ്രായേലിൻ്റെ രീതിയിലുള്ള കൃഷി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. ഇതിന് 100 സെൻറ്ററുകളിലേക്ക് ഉയർത്താൻ പോവുകയാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ത്യൻ പാർലമെൻറ്റ് അംഗങ്ങൾ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾ ഇന്ത്യയിലേക്ക് വരണം,
ഇന്ത്യൻ പാർലമെന്റിലെ അംഗങ്ങളുമായിട്ട് ഇടപഴകണമെന്ന് പറഞ്ഞു. നെസറ്റിലെ അംഗങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി, വളരെ മിനിറ്റുകൾ നീണ്ടു നിന്ന കരഘോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു, കേരളത്തിനും ബാധകമായ മറ്റൊരു കാര്യം. കെയറർമാരായിട്ട്, കെയറർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, അവിടെ വീടുകളിൽ പോയി അവിടെ പ്രായമായവരെ ചികിത്സിക്കുന്ന ആൾക്കാർ, ആ കെയറർമാരും അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള നഴ്സുമാരും ഒക്കെ ധാരാളമായിട്ട് നിങ്ങളുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ നിങ്ങളുടെ October 7 നിങ്ങളെ ആക്രമിച്ചപ്പോൾ നിങ്ങളുടെ നാട്ടുകാരെ പോലെ വേദനിച്ചു, പക്ഷേ നാട് വിട്ടു പോയില്ല, നിങ്ങളുടെ നാട്ടുകാരായി തന്നെ ഇപ്പോഴും കഴിയുന്നുണ്ട്. അവരെ ശരിക്കും പരിപാലിച്ചു കൊള്ളണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. അതുപോലെ ഇനി കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ നിങ്ങൾ അവസരം ഒരുക്കണമെന്നും കൂടി പറഞ്ഞു. കേരളത്തിനും കൂടി പ്രധാനപ്പെട്ട ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ വേറെ ഉരുത്തിരിഞ്ഞ ഇത് നമ്മുടെ അവിടുത്തെ പ്രസംഗത്തിന്റെ കാര്യം. പ്രസംഗത്തിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു, അതിലേക്കൊന്നും നമ്മൾ ഇപ്പൊ കടക്കുന്നില്ല, സമയക്കുറവുണ്ട്. പക്ഷേ ഇവിടെ ഉരുത്തിരിയാൻ പോകുന്ന, ഇന്ന് അദ്ദേഹം പ്രസിഡന്റുമായിട്ടും ചർച്ച നടത്തും, ഇവിടെ ഉരുത്തിരിയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഓരോ ഇന്ത്യക്കാരനും 140 കോടിയിലധികം ഇന്ത്യക്കാർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് വരാൻ പോവുകയാണ്, വലിയ ചേഞ്ച് വരാൻ പോവുകയാണ്. അതായത് ആഫ്രിക്കയിലെ അറബ് രാജ്യങ്ങളുണ്ടല്ലോ, വടക്കൻ ആഫ്രിക്കയിൽ ധാരാളം അറബ് വംശജരായിട്ടുള്ളവർ താമസിക്കുന്ന രാജ്യങ്ങളുണ്ട് അല്ലെ, പണമുള്ള രാജ്യങ്ങളൊന്നും, ആ രാജ്യങ്ങൾ, അതുപോലെ ഗൾഫ് മേഖലയിലെ ചില രാജ്യങ്ങൾ, എല്ലാമില്ല ആ രാജ്യങ്ങൾ, പിന്നെ നമ്മുടെ ശത്രുവായിട്ടുള്ള തുർക്കി, ആ തുർക്കി ശത്രുവായിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമുണ്ട്. പൗരാണികമായ സംസ്കാരത്തിൽ ഇന്ത്യയേക്കാൾ പഴക്കമുള്ള സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന ജനാധിപത്യ ക്രമം സ്ഥാപിച്ച ഗ്രീസ് എന്ന് പറയുന്ന രാജ്യം, അലക്സാണ്ടറുടെ കാലത്ത് മെഗസ്തനീസ് വഴി ഇന്ത്യയുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആ ഗ്രീസുമായിട്ടും അതുപോലെ തന്നെ സൈപ്രസ് എന്ന് പറയുന്ന അതിൻ്റെ തൊട്ടടുത്ത രാജ്യമായിട്ടും ചേർന്നൊരു സഖ്യം വരികയാണ്. ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറഞ്ഞാൽ ഗ്രീസും സൈപ്രസും തുർക്കി എന്ന് പറയുന്ന വെറുക്കപ്പെട്ട ടൈൻറ്റഡ് രാജ്യത്തെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളും ചേർന്നുള്ളൊരു വലിയ സഖ്യം വരികയാണ്. പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയെയും ചേർന്നുള്ള ഒരു സഖ്യമുണ്ടല്ലോ, ഒരു ഇസ്ലാമിക് നാറ്റോ, അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലുള്ള ഒരു സഖ്യമാണ് വരാൻ പോകുന്നത്. നമ്പർ 1 സൈനിക ശക്തിയായി ഇന്ത്യയും നമ്പർ 1 ആയുധ ശക്തിയായിട്ടുള്ള ഇസ്രായേലും, അതുപോലെ തന്നെ ഈ അറബ് വംശർ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഇക്വേഷൻ വരിക, ബാലൻസിങ് വരിക. ഇത് അറബികൾക്കെതിരല്ല, അറബ് വംശത്തിനെതിരല്ല, മുസ്ലിങ്ങൾക്കും എതിരല്ല. അതേസമയം ക്രിസ്ത്യാനികളും കൂടെ ചേരുന്നുണ്ട് ഇതിനോട് കൂടി. അപ്പോൾ അതും ഹിന്ദുക്കളുടെ ഒരു രാജ്യവും ചേർന്നുള്ളൊരു വലിയ സഖ്യമെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെയൊക്കെ പാകിസ്ഥാൻ്റെയൊക്കെ കൂട്ടുകെട്ടെന്ന് പറയുന്നത് നിഷ്പ്രഭമായി തീരും, നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആസന്നമായിരിക്കുകയാണ്. ഇറാനെ തീർക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യത്തലവനും രാജ്യമേധാവിയും രാഷ്ട്രമേധാവിയും ഇങ്ങനൊരു അവസരം നോക്കി അങ്ങനെ യുദ്ധ കലുഷിതമാകാൻ പോകുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്യാറില്ല. പക്ഷേ മോഡിയുടേത് വളരെ ധീരമായിട്ടുള്ളൊരു യാത്രയാണ്. അതായത് ഈ യാത്രയ്ക്ക് വലിയൊരു പ്രാധാന്യം കൂടെ ഉണ്ട്, യുദ്ധതന്ത്ര പ്രധാനമായ ഒരു പ്രാധാന്യം. നമ്മളിപ്പോൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം, ഏതുവിധ ആർട്ടിലറി ഷെൽ, അതായത് പീരങ്കികളിൽ വരുന്ന ഷെല്ല്, അതുപോലെ ഡ്രോണ്, അതുപോലെ തന്നെ മിസൈൽ, ഇതിനെയെല്ലാം തകർക്കാൻ പ്രഹരശേഷിയുള്ള ഒന്ന് നമ്മളിപ്പോൾ സ്വന്തമാക്കാൻ പോവുക. പ്രഹർ എന്ന് പറയുന്ന നയതന്ത്രം, ഭീകരവാദത്തിനെതിരെയുള്ള നയതന്ത്രം നമ്മൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം തകർക്കാൻ പറ്റുന്ന ഒന്ന് അയൺ ഡോം നമ്മളിപ്പോൾ സ്വന്തമാക്കുന്നു. പിന്നെ മിസൈലുകൾ, ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഒക്കെ സ്വന്തമാക്കാൻ പോകുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനമന്ത്രി അവിടുത്തെ നെസറ്റിൽ വെച്ച് പറഞ്ഞു, അതായത് ടെററിസം ഓൺ എർത്ത് ഹാസ് നോ ജസ്റ്റിഫിക്കേഷൻ. ഏത് വിധത്തിലുള്ള ഭീകരവാദമായാലും അതിന് യാതൊരു വിധമായിട്ടുള്ള ന്യായീകരണമില്ല. ഇസ്രായേലും ഇന്ത്യയും ഭീകരവാദത്തിന് ഇരയായിട്ടുള്ള, അതിന് വലിയ വില കൊടുത്ത രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ടൊരു ആത്മബന്ധം, ആത്മ ഐക്യം അവർ തമ്മിൽ ഉണ്ടാവുകയാണ്. ആയുധങ്ങളുടെ കാര്യത്തിലും നയത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ നമ്മുടെ വലിയൊരു സുഹൃത്തായിട്ട് ഇസ്രായേൽ, ഓൾ വെതർ ഫ്രണ്ടായിട്ട് ഇതോടുകൂടി ഇസ്രായേൽ മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വസിക്കാവുന്ന ഒരു രാഷ്ട്രം, അതാണ് ഇസ്രായേൽ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.